ഹായ് എല്ലാവർക്കും ടൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സാണ്. 2024 മന്ത്ലി കറണ്ട് അഫേഴ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം കളയാൻ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഗുൽസാറും രാം ഭദ്രാചാര്യയും. ഇപ്പോൾ 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഗുൽസാറും രാം ഭദ്രാചാര്യയും. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെ വരുന്നു? കൊട്ടാരക്കരയിലാണ് വരുന്നത്. കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? അത് ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? അത് ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല അത് കാസർഗോഡാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? അത് തിരുവനന്തപുരമാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ളത് നമ്മുടെ കാസർഗോഡാണ്. എന്നാൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? അത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് അത് കൊടുമണ്ണാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കൊടുമണ്ണാണ്. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അത് കിളിമാനൂരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരതരിക്ക് ബദലായിട്ട് കേരളം ആരംഭിക്കുന്ന അരി ബ്രാൻഡ് ഏതാണ്? അത് കെ റൈസ് ആണ്. അപ്പോൾ അത് വലിയ വാർത്തയൊക്കെ ആയതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായിട്ട് കേരളം ആരംഭിക്കുന്ന അരി ബ്രാൻഡ് ഏതാണ്? അത് കെ റൈസ് ആണ്. കാഴ്ച പരിമിതിയെ ചെറുക്കുവാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം അത് കർണാടകയാണ്. അപ്പോൾ കാഴ്ച പരിമിതിയെ ചെറുക്കാനായിട്ട് ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. സൊമിൻസായി ഉത്സവം ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സൊമിൻസായി ഉത്സവം ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കുവാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സംവിധാനം വാട്ടർ ബെല്ലാണ്. അപ്പോൾ കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാനായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സംവിധാനം ഏതാണ്? അത് വാട്ടർ ബെല്ലാണ്. കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. അപ്പോൾ കരസേനയുടെ പുതിയ ഉപമേധാവി ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ എന്താണവ? അവ ബയോ സെൻ്ററുകളാണ്. അപ്പോൾ സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ എന്താണ്? അവയാണ് ബയോ സെൻ്ററുകൾ. വാധ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ വാധ്വൻ തുറമുഖ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ ബയോ സെൻറ്റർ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ബയോ സെൻറ്റർ വരുന്ന എവിടെയാണ്? കണ്ണൂരിലാണ്. 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. പൊതുജന സേവനത്തിനുള്ള ഓൺലൈൻ പോർട്ടലായ ഡിസ്ട്രിക്റ്റ് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യതയാണ്. അപ്പോൾ പൊതുജന സേവനത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ ഡിസ്ട്രിക്റ്റ് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ പരിശോധന എന്താണ്? ഓപ്പറേഷൻ സുതാര്യതയാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം INS ജഡായു ആണ്. അപ്പോൾ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം ഏതാണ്? INS ജഡായു ആണ്. PJ ആൻ്റണി പുരസ്കാര ജേതാവ് ആരാണ്? കരിവെള്ളൂർ മുരളിയാണ്. അപ്പോൾ PJ ആൻ്റണി പുരസ്കാര ജേതാവ് ആരാണ്? കരിവെള്ളൂർ മുരളിയാണ്. ISROയുടെ ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര്
എന്താണ്? ഭുവനാണ്. അപ്പോൾ ISROയുടെ ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് സോഫ്റ്റ്വെയർ ഇതാണ്, അത് ഭുവനാണ്. അപ്പോൾ 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? അത് തിരുവനന്തപുരമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പയാണ്. അടുത്ത ചോദ്യം, രാജ്യത്താദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അപ്പോൾ രാജ്യത്താദ്യമായിട്ട് ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. അപ്പോൾ എന്താണ് ഈ ആൻറ്റിബയോഗ്രാം എന്ന് പറയുന്നത്? അതെന്ന് പറയുമ്പോൾ ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് എന്ത്? ഈ ഒരു ആൻറ്റിബയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം എന്താണ്? രാജ്യത്താദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി എവിടെ ഉദ്ഘാടനം ചെയ്തു? ജമ്മു കാശ്മീരിലാണ് ഉദ്ഘാടനം ചെയ്തത്. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കുന്നതിനായിട്ട് നിലവിൽ വന്ന പദ്ധതി അടൽ വയോ അഭ്യുദയ് യോജനയാണ്. അപ്പോൾ മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കുന്നതിനായിട്ട് നിലവിൽ വന്ന പദ്ധതി എന്താണ്? അടൽ വയോ അഭ്യുദയ് യോജനയാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ടയാണ്. അപ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ഏതാണ്? അത് പത്തനംതിട്ടയാണ്. 2024 38ാമത് മുലൂർ പുരസ്കാര ജേതാവ് കെ രാജഗോപാലാണ്. അപ്പോൾ 2024 38ാമത് മുലൂർ പുരസ്കാര ജേതാവാരാണ്? കെ രാജഗോപാലാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം ഏതാണ്? തളിപ്പറമ്പാണ്. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? വി ഹെൽപ്പാണ്. അപ്പോൾ പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായിട്ട് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? വി ഹെൽപ്പാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ്? ജസീന്ത കല്യാണാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ്? ജസീന്ത കല്യാൺ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള സംവിധാനം ഹനുമാനാണ്. അപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള സംവിധാനം എന്താണ്? ഹനുമാനാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഇൻഡസ് ആപ്പ് സ്റ്റോറാണ്. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായിട്ട് ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഇതാണ്, ഇൻഡസ് ആപ്പ് സ്റ്റോറാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി സേഫാണ്. അപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി ഭവനമൊരുക്കുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി എന്താണ്? സേഫാണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ്. അപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ് ആണ്. ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ത്രിരാഷ്ട്ര നാവിക അഭ്യാസം ദോസ്തി 16 ആണ്. അപ്പോൾ ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ത്രിരാഷ്ട്ര നാവിക അഭ്യാസം ഏതാണ്? ദോസ്തി 16 ആണ്. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്താണ്. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്താണ്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരുന്ന എന്നാണ്? 2024 ജൂലൈ 1 മുതലാണ്. നമ്മുടെ CPO, WCPO, SI പരീക്ഷകൾക്ക് പഠിക്കുന്നവർക്ക് വളരെ കൺഫ്യൂഷനായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്ന് വരുന്നു? 2024 ജൂലൈ 1 മുതൽ വരുന്നു. 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം
അത് അസമാണ്. അപ്പോൾ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം ഏതാണ്? അത് അസമാണ്. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് അത് തമിഴ്നാട് ജില്ലയിലെ തൂത്തുക്കുടിയിലാണ്. അപ്പോൾ രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ വരുന്നു? തമിഴ്നാട് ജില്ലയിലെ തൂത്തുക്കുടിയിൽ നിലവിൽ വരുന്നു. ഇസിനോഫിലിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവി അത് ഒച്ചാണ്. അപ്പോൾ ഇസിനോഫിലിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവി ഏതാണ്? അത് ഒച്ചാണ്. ഒരു വലിയൊരു പേരാണ്. മാതാപിതാക്കളിൽ ഒരാളോ ഇരുവരുമോ മരിച്ച നിർധന കുടുംബങ്ങളിലെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദമല്ലെങ്കിൽ പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹപൂർവമാണ്. അപ്പോൾ മാതാപിതാക്കളിൽ ഒരാളോ ഇരുവരുമോ മരിച്ച നിർധന കുടുംബങ്ങളിലെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം അല്ലെങ്കിൽ പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പ്രതിമാസ ധനസഹായ പദ്ധതി എന്താണ്? സ്നേഹപൂർവമാണ്. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി നേർവഴിയാണ്. അപ്പോൾ അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി എന്താണ്? നേർവഴിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? അമേരിക്കയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? അത് അമേരിക്കയിൽ നിന്നാണ്. നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം IIT മദ്രാസാണ്. അപ്പോൾ നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ്? അത് IIT മദ്രാസാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കൊഡെക്സ് ലെസ്റ്ററിൻ്റെ രചയിതാവ് ലിയോണാർഡോ ഡാവിഞ്ചിയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കൊഡെക്സ് ലെസ്റ്ററിൻ്റെ രചയിതാവാരാണ്? ലിയോണാർഡോ ഡാവിഞ്ചിയാണ്. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതി ഹൃദ്യമാണ്. അപ്പോൾ നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ഹൃദ്യം. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള കളിമൺ പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ്? മൺകുരലാണ്. അപ്പോൾ കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ്? മൺകൂരനാണ്. 2024 FIM ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിന് പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവതരിപ്പിച്ച കസ്റ്റമൈസ്ഡ് ഇന്ധനം എന്താണ്? സ്റ്റോമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് ഒന്നും കൂടി വായിച്ച് നോക്കാം. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഗുൽസാറും രാംഭദ്രാചാരി. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത് കൊട്ടാരക്കരയിലാണ്. കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല അത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരളം ആരംഭിക്കുന്ന അരി ബ്രാൻഡ് K-റൈസ്. കാഴ്ച പരിമിതിയെ ചേർക്കുവാൻ ആശാകിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക. സൊമിൻസായി ഉത്സവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കുവാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സംവിധാനം. വാട്ടർ ബിൽ. കരസേനയുടെ പുതിയ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ, വയോ സെൻ്ററുകൾ. സംസ്ഥാനത്തെ ആദ്യ വയോ സെൻ്റർ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. വാധ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. പൊതുജനസേവനത്തിനുള്ള ഓൺലൈൻ പോർട്ടലായ ഡിസ്ട്രിക്റ്റ് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ പരിശോധന. ഓപ്പറേഷൻ സുതാര്യത. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം. INS ജഡായു. PJ ആൻ്റണി പുരസ്കാര ജേതാവ് കരിവെള്ളൂർ മുരളി. ISROയുടെ ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് സോഫ്റ്റ്വെയർ. ഭുവൻ. 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്ത്. തിരുവനന്തപുരം. രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളം. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ജമ്മു കാശ്മീർ. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കുന്നതിനായി നിലവിൽ വന്ന പദ്ധതി അടൽ വയോ അഭ്യുദയ് യോജന. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി. പത്തനംതിട്ട. 2024 38ാമത് മുലൂർ പുരസ്കാര ജേതാവ് K. രാജഗോപാൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ്. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. വി ഹെൽപ്പ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ ജസീന്ത കല്യാൺ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള സംവിധാനം. ഹനുമാൻ. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. ഇൻഡസ് ആപ്പ് സ്റ്റോർ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. സേഫ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം. ഒഡീസിയസ്. ഇന്ത്യയും മാലിദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ത്രിരാഷ്ട്ര നാവിക അഭ്യാസം. ദോസ്തി 16. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത്. നന്ദിയോട്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരുന്നത് 2024 ജൂലൈ 1 മുതൽ. 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം അസം. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടി. ഇസിനോഫിലിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവി. ഒച്ച്. മാതാപിതാക്കളിൽ ഒരാളോ ഇരുവരുമോ മരിച്ച നിർധന കുടുംബങ്ങളിലെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം അല്ലെങ്കിൽ പ്രൊഫഷണൽ ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പ്രതിമാസ ധനസഹായ പദ്ധതി. സ്നേഹപൂർവം. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി. നേർവഴി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? അത് അമേരിക്കയിൽ നിന്നാണ്. നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം. IIT മദ്രാസ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കൊഡെക്സ് ലെസ്റ്ററിൻ്റെ രചയിതാവ് ലിയോണാർഡോ ഡാവിഞ്ചി. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതി. ഹൃദ്യം. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം. മൺകൂരൽ. 2024 FIM ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിനായി പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവതരിപ്പിച്ച കസ്റ്റമൈസ്ഡ് ഇന്ധനം സ്റ്റോമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയും ആണ് നമ്മൾ പഠിക്കാനുള്ളത്.